അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. നമസ്കാരം. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. ഏതോ ഒരു ഗതികെട്ട നിമിഷത്തിൽ കള്ളും പുറത്താണോ എന്തോ ആ ഒരു നിമിഷത്തിൽ മേയറമ്മ ചമഞ്ഞ് നടുറോട്ടിൽ അഭ്യാസം കാണിച്ച മേയറമ്മയ്ക്ക് മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? സൈബർ പോരാളികളെ ഇറക്കി മറ്റ് പാർട്ടിക്കാരെ അധിക്ഷേപിക്കാൻ CPM മെനഞ്ഞ തന്ത്രം CPMന് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മേയറമ്മയുടെ കുറിപ്പിന്റെ വിമർശനങ്ങളിൽ മിക്കവരും ആകട്ടെ എല്ലാം സഖാക്കന്മാരെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇക്കണക്കിന് പോകുകയാണെങ്കിൽ മേയർ രാജിവെച്ച് പോകേണ്ടി വരുമെന്നാണ് ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ മേയർ വഴിയെ പോയ പണി ഏണി വെച്ച് പിടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതായത് അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്ന സാമാന്യ ബോധം അന്തംഗമ്മികൾ തിരുവിതാംകൂർ രാജ്ഞിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. പിന്നെ ഉള്ള കമന്റുകൾ ഇങ്ങനെയാണ്: കോടതിയിൽ വരെ ഇടപെടൽ നടത്തി നീതിയെ അട്ടിമറിക്കുന്ന നിന്നെ പോലുള്ള ഇടതുപക്ഷ ക്രിമിനലുകളെ അവസരം കിട്ടുമ്പോൾ നന്നായി തന്നെ സ്വീകരിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഒരു ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ യോഗ്യതയുള്ള ഒന്നും പോലും ഈ പറയുന്ന പച്ചത്തുള്ള ആളുകൾക്കില്ല എന്ന തരത്തിലാണ് കമന്റുകൾ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നു. പോയി